Good afternoon. Good afternoon. Good afternoon. Good afternoon. Good afternoon. Good afternoon. Hello, good afternoon, Miss. Good afternoon. ഇപ്പൊ കുട്ടികൾ കുറഞ്ഞു വരുവാണോ ഒരു ദിവസം? എന്താണെന്നാവോ ഇനി കുറച്ച് ക്ലാസ് കഴിയുമ്പോൾ ഇങ്ങനെ കുറയരുത്. നമുക്ക് പ്രാക്ടിക്കൽസിന്റെ ക്ലാസ്സുകൾ തുടങ്ങും. കുറയരുത്. ഇനി ഒരു 2 ചാപ്റ്റർ കൂടെ എടുക്കാനുള്ളൂ തിയറീസ്. പ്രാക്ടിക്കൽ ആയിരിക്കും പഠിപ്പിക്കുന്നത്. മാക്സിമം എല്ലാവരും കയറാൻ നോക്കാം. മിസ്, ഈ പ്രാക്ടിക്കൽ ക്ലാസ്സിന്റെ നമുക്ക് എക്സാമും വൈവിങ് ആണോ? പ്രാക്ടിക്കലിന് എക്സാമും വൈവ ആയിരിക്കും. പ്രാക്ടിക്കൽ നിങ്ങൾ വരണം. അത് ചെയ്യാനുള്ളതാണ് അല്ലെ? ചെയ്തിട്ട് കൊണ്ടുവരണതൊക്കെ. പിന്നെ ടീച്ചർ എടുക്കുന്നത് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയും കൾച്ചറൽ ഏരിയ ആയിരിക്കും ഞാനും നിങ്ങൾക്ക് പഠിപ്പിച്ചത്. ബാക്കി ടീച്ചേഴ്സ് കേട്ടോ. പ്രാക്ടിക്കൽ ടെസ്റ്റ് വന്നിട്ടില്ലേ നിങ്ങൾക്ക്? മൊഡ്യൂൾ 5ന്റെ ആ ടെക്സ്റ്റ് ബുക്ക് ആണോ മിസ്സേ? മൊഡ്യൂൾ 3 അല്ലേ? 3 അതിന് ടെക്സ്റ്റ് ബുക്ക് എല്ലാവരുടെ കയ്യിലില്ലേ? ഉണ്ട് മിസ്സേ. PDF ഉണ്ട്. അതില് ഫസ്റ്റ് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ അല്ലേ കിടക്കുന്നത്? ഫസ്റ്റ് പാർട്ടിലെ ലാസ്റ്റ് പാർട്ടില് കൾച്ചറൽ ഏരിയ പിക്ചേഴ്സ് ഒക്കെ വരയ്ക്കാനുള്ള അത് രണ്ടും ടീച്ചറായിട്ട് എടുക്കുന്നത്. ബാക്കി അതിനുള്ളിലുള്ളത് അബർണംസും ഇംഗ്ലീഷിൽ എന്താ ലാംഗ്വേജിൽ ഫോണറ്റിക്സ് മാത്രമേ ഉള്ളൂ. പ്രേയർ ആരാണ്? ഞാനാണ് ടീച്ചർ. വീരപുരാതന ഭാരതത്തെ ധീരതയോടു നയിക്കുക നാം. വീരപുരാതന ഭാരതത്തെ ധീരതയോടു നയിക്കുക നാം. ജന്മഭൂമി ഭാരതം കർമ്മഭൂമി ഭാരതം ഭാരതനാട് ഭാസുരനാട് ഭാരത കൊടി പറക്കും നാട്. ഇന്ന് എല്ലാവർക്കും ജയ് ഹിന്ദ് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട്
രാജ്യത്തിന്റെ ക്രമസമാധാനം നിലനിർത്താൻ ഇനിയൊരു യുദ്ധം ഉണ്ടാവലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. Thought of the day. Thought of the day. Life is an opportunity. Benefit from it. Life is beauty. Admire it. Life is a dream. Realize it. Life. Hello. പറഞ്ഞോ. Life is a dream. Realize it. Life is a challenge. Face it. Life is a duty. Complete it. Life is a game. Play it. Life is a promise. Fulfill it. Life is a sorrow. Overcome it. Life is a song. Sing it. Life is a struggle. Accept it. Life is a tragedy. Confront it. Life is an adventure. Dare it. Life is luck. Make it. Life is too precious. Don't destroy it. Life is life. Fight for it. Thank you. This is Scott from Mother Teresa. Okay, Divya. Then sign in. Good afternoon all. Good afternoon. മലയാളം സോങ് പാടാൻ പോവാണേ. മലയാളം സോങ് LKG-യിലെ. കരിനിറമുള്ളൊരു ഗജവീരൻ കരയിലെ വലിയവനിവനാണേ. മുമ്പിൽ വലിയൊരു തുമ്പിക്കൈ പിമ്പിൽ കുറിയൊരു വാലുണ്ടേ. തൂണു കണക്കെ കാലുണ്ടേ വിസറി കണക്കെ ചെവിയുണ്ടേ. കണ്ണുകൾ ചെറിയവയാണേലും കാണാൻ ചേലിനു കുറവില്ല. ഉത്സവം ഇവരുടെ ഹരമാണേ. ഉത്സാഹത്തിൽ നീങ്ങിടും കാട്ടിൽ ഇവനൊരു കാട്ടാന. നാട്ടിൽ ഇവനോ നാട്ടാന. I am so excited to welcome both the teacher and my friends to our class. Okay, Linju. Thank you. Thank you, ma'am. Yes, good afternoon to all. Good afternoon, Miss. Good afternoon, Miss. Good afternoon. നിങ്ങളെ ക്ലാസ് എടുക്കാൻ പ്രിപ്പയർഡ് ആണോ? Yes, miss. Okay, miss. Yes, miss. ഞാൻ ക്ലാസ് എടുക്കാനല്ല, നിങ്ങൾ ക്ലാസ് എടുക്കാൻ. ആണെന്നാ മിസ്സേ പറഞ്ഞേ. ഓക്കെ എന്ന് പറഞ്ഞു. വെറുതെ പറഞ്ഞേ കേട്ടാ. നമ്മുടെ റിസോഴ്സസ് 2 കാറ്റഗറീസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? ഇനി വരുന്നത് നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സുകളൊന്നും മിസ് ചെയ്യാതെ കയറണം കേട്ടോ എല്ലാവരും. പ്രാക്ടിക്കൽസ് ഒക്കെ പതിയെ തുടങ്ങുമ്പോഴാണ് എന്തോരം സ്ട്രെങ്ത് കുറവാണ് ക്ലാസ്സില്. വേറെ എന്ന് വെച്ചാല് കേറാൻ പറയുന്നത് വേറൊന്നുകൊണ്ടല്ല, പ്രാക്ടിക്കൽസില് ഇപ്പൊ നമ്മൾ റെക്കോർഡഡ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ ഇവിടെ വിളിച്ചു ചോദിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ കയറുമ്പോൾ ചോദിക്കേണ്ടി വരും. അതിന് അതിനു വേണ്ടി കയറരുത്. ഇപ്പൊ ലൈവ് ക്ലാസ്സിലാകുമ്പോ ആ സമയത്ത് തന്നെ ചോദിച്ചു മനസ്സിലാക്കി എന്താണ് പ്രാക്ടിക്കൽസ് പറയുന്നത് എന്നുള്ളത് അറിയാൻ പറ്റും. റെക്കോർഡഡ് ക്ലാസ്സിലേക്കാൾ കൂടുതൽ എളുപ്പമാണ് ലൈവ് ക്ലാസ്സിൽ കയറുന്നത്. വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ടായിരിക്കും മിസ്സേ ക്ലാസ്സിൽ. അതെ അതെ. നിങ്ങൾ നീല പറഞ്ഞു, ടീച്ചർ ബ്ലൂ ആണെന്ന് പറഞ്ഞ് ഞാൻ മാറ്റി മഞ്ഞാക്കിയിട്ടുണ്ടല്ലോ. ഞാനത് ആദ്യമേ ശ്രദ്ധിച്ചു. മിസ് ഇന്ന് വേറെ കളറാണ്. ഇപ്പൊ എല്ലാ കളറും ഇടാൻ തീരുമാനിച്ചു. എന്നോട് വേറെ ക്ലാസ്സിലെ കുട്ടികളെ ചോദിച്ചിട്ടുണ്ട്, ടീച്ചർ എപ്പോഴും ഒന്ന് ബ്ലൂ ഇടുന്നതാണ്. ഉള്ളതല്ലേ ഇടാൻ പറ്റും. എടുക്കുമ്പോ അങ്ങനെ ബ്ലൂവിലോട്ട് പോകും അട്രാക്ഷൻ. ഞങ്ങള് എറണാകുളത്തുനിന്നാണ് എടുക്കുന്നേ. മിസ്സിന്റെ ഡ്രസ്സൊക്കെ എറണാകുളത്തു നിന്നാണ് എടുക്കുന്നത്. എല്ലാം നല്ല ഭംഗിയുണ്ട്, കുർത്താസൊക്കെ. ഇവിടെ പറവൂര്
പിന്നെ കുറച്ച് ഡ്രസ്സുകൾ പുറത്തുനിന്നാണ് ബാംഗ്ലൂരിൽ നിന്നായിരുന്നു. പിന്നെ കുറെ നാൾ ബാംഗ്ലൂർ ആയിരുന്നു. അവിടെ ഇപ്പോഴത്തെ ഡ്രസ്സുകളൊക്കെ ഉണ്ട്. ആ ആ എല്ലാം കഴുത്തൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. കഴുത്തിന്റെ ഡിസൈനും മിക്കതും ഫുൾ സ്ലീവ് ആണെന്ന് തോന്നുന്നു അല്ലേ? സ്ലീവ് ആയിരിക്കുമോ? ആ എല്ലാം നല്ല നല്ല രസമുണ്ട് കാണാൻ. മാറിയോ? ചില്ലുവിന് മാറിയോ? ആ കുറവുണ്ട് മിസ്സേ. കഴിഞ്ഞ ആഴ്ചയും കൂടെ കൂടി എന്താ തിങ്കളാഴ്ച ഒന്നുകൂടെ ഹോസ്പിറ്റലിൽ പോയായിരുന്നു വൈകുന്നേരം. അപ്പൊ പറഞ്ഞു വൈറൽ ഫീവറിന്റെ തന്നെ പതുക്കെ പോവുള്ളൂ എന്ന് പറഞ്ഞേ. ഇവിടെ എല്ലാവർക്കും അത് ഇപ്പൊ എല്ലാവർക്കും കുറവുണ്ട്. ഭയങ്കര പൊടിക്കാറ്റൊക്കെയാ, അതിന്റെ ഒക്കെയാ. AC-ന്ന് നേരെ ഇറങ്ങി പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴേ നിങ്ങൾക്ക് അവിടെ പുറത്ത് വേറെ അറ്റാക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അവരോടല്ലേ? ഇല്ല ഇല്ല ഇല്ല, വേറെ കുഴപ്പങ്ങള് ഇതുവരെ ഇല്ല. പാകിസ്ഥാനിലുണ്ടോ കൂടെ? ഇല്ല ഇല്ല, ഇവിടെ ഒരു പരിപാടി നടക്കില്ല പാകിസ്ഥാനികളാണെന്നൊന്നും പറഞ്ഞാലും. ഇവിടെ എനിക്കൊരു വേറൊരു രീതി, പാകിസ്ഥാനികളെ കൊണ്ടല്ല, മറ്റേ ഫിലിപ്പീൻസ് ഉണ്ട്. അവരൊരു പ്രത്യേക ടൈപ്പ് ആൾക്കാരാ. അപ്പൊ അവരെ ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ കൊച്ചിനെ വിളിക്കാൻ വേണ്ടി പോയി നിൽക്കുന്ന സമയത്ത് ജസ്റ്റ് നമ്മളെ ഒന്ന് റൗണ്ട് അടിക്കും. എന്നിട്ട് ഇങ്ങനെ നമ്മുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഷൂ 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 എന്നിങ്ങനെ ഒച്ച കേൾപ്പിച്ചോണ്ടിരുന്നിട്ട് ചോദിക്കും, യു ആർ മാരീഡ്, യു ആർ വെയിറ്റിംഗ് എനിബഡി എന്നൊക്കെ ചോദിച്ചോണ്ട് നമ്മളോട് സംസാരിക്കാൻ പറയാം. ഞാൻ മൈൻഡ് ഒന്നും ചെയ്യാൻ പോകില്ല. ഞാൻ എന്റെ കാര്യം നോക്കി ഫോണ് നോക്കിക്കൊണ്ട് അവിടെ ഇരിക്കും. ഇവിടെ സ്കൂളിൽ കറക്റ്റ് ടൈമിൽ പോയി വിളിച്ചില്ലെങ്കിൽ ഇവിടെ പ്രശ്നങ്ങളാണേ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കറക്റ്റ് ടൈമിൽ പിള്ളേരെ വിളിക്കാനൊന്നും ചെല്ലുന്നില്ല എന്നുണ്ടെങ്കിൽ ബസ് അങ്ങനെ നിർത്തിയിടാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ വേഗം പോയി ശ്രദ്ധിക്കാട്ടോ. ആ അപ്പൊ നമ്മള് വിചാരിച്ച പോലെ തന്നെ ഇപ്പൊ ഒരു യുദ്ധം പെട്ടെന്നൊക്കെ പുറപ്പെട്ടു. നിങ്ങൾ അതിന് നമ്മുടെ ഡിഫൻസ് എങ്ങനെയുണ്ട്? ഇന്ത്യൻ ഡിഫൻസ് എങ്ങനെയുണ്ട്? നിങ്ങൾ കണ്ടോ വീഡിയോസ് ഒക്കെ? ആ മിസ്, എനിക്ക് ഇവിടെ ഒരു പാകിസ്ഥാനി ഫ്രണ്ട് ഉണ്ട് അബുദാബിയില്. ആ തുണിയൊക്കെ തോരയിടാൻ പോകുമ്പോ കാണും. ഇതിനെ കുറിച്ച് ഒന്നും ഉണ്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ നല്ല സ്വഭാവമാണ് അവരുടെ. കുഴപ്പമൊന്നുമില്ല. 2 ചെറിയ മക്കളുണ്ട്. നമ്മളോട് പിന്നെ ഒന്നും ഇതിനെ കുറിച്ചൊന്നും ചോദിക്കണമൊന്നുമില്ല ഇപ്പൊ. ശരിക്കും പറഞ്ഞ അവിടെ അറ്റാക്ക് ചെയ്ത സമയത്ത് അവിടെ നിരപരാധികളായി കുറെ പേര്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ നമുക്ക് കാണിക്കാനൊന്നും പറ്റില്ലല്ലോ. നമ്മൾക്ക് അങ്ങനെയുള്ള ഒരു ഇതൊന്നും ഇല്ലല്ലോ. പക്ഷെ ഇന്ത്യൻ പ്രതിരോധം ഇത്രയും നല്ല എഫർട്ടബിൾ ആണെന്ന് ഇന്നലെ മനസ്സിലായി. എത്ര ഭംഗിയായിട്ടാണ് നമ്മള് ഇന്ത്യക്കാരനായി നമുക്ക് അഭിമാനിക്കാം. ഒരു പെട്ടെന്നുള്ള തീരുമാനം അല്ലെ, ഓപ്പറേഷൻ സിന്ദൂർ. അവർക്ക് മനസ്സിൽ അവർക്ക് ദേഷ്യം തോന്നുന്നുള്ള ഒരു വിഷമം ഉണ്ട് നമുക്ക്. അങ്ങനെ അങ്ങോട്ട് ഇല്ല, ഫ്രണ്ട്സ് ആണ്. കാണുമ്പോ ഇങ്ങനെ നോർമലായിട്ട് സംസാരിക്കുന്നേ ഉള്ളൂ. വേറെ കാര്യങ്ങളൊന്നും സംസാരിക്കാറില്ല. ഇന്നലെ എന്റെ മോളുടെ ബസ് ഡ്രൈവർ പാകിസ്ഥാനിയാ. പക്ഷെ നല്ലൊരു മനുഷ്യനാട്ടോ. അത് സാധാരണ ഡ്രൈവർമാരെക്കാളും എനിക്ക് ഇച്ചിരി കൂടെ ഒരു ഇതായിട്ട് തോന്നുന്ന അയാളാ. എന്ന് വെച്ചാൽ റോഡ് ക്രോസ് ചെയ്യാനൊക്കെ ആയോടൊക്കെ പറയും. സാധാരണ ആരും ക്രോസ് ചെയ്ത് വിടാറൊന്നുമില്ല. അപ്പൊ ഇപ്പൊ ഞാൻ ഉച്ചയ്ക്ക് വിളിക്കാൻ വേണ്ടി പോകുമ്പോ പറയും, ജസ്റ്റ് റോഡ് ക്രോസ് ചെയ്ത് വിട് എന്നൊക്കെ പറയുന്നത് ആ പാകിസ്ഥാനി ഡ്രൈവർ ആയോട്. ഇവിടെ ഭയങ്കര നല്ല മനസ്സിലുണ്ട്. ദിവ്യക്ക് അവിടെ എങ്ങനെയുണ്ട്? ചൂടാണോ? ചൂടാണ്. ചൂട് കയറി നേരത്തെ ഒന്ന് തല കറങ്ങിച്ചിരിക്കുക. ഒന്ന് തുണി വിരിക്കാൻ പോയതാണ്. ചൂട് സഹിക്കാൻ വയ്യ. അല്ലെങ്കിൽ ഞാൻ രാത്രി ഇടുന്നതാ. ഇന്നലെ രാത്രി ഞാൻ മറന്നുപോയി തുണി വിരിക്കാൻ. നിങ്ങൾ ഇപ്രാവശ്യം രക്ഷപ്പെട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ചൂട് ഇപ്രാവശ്യം ഇല്ല ശരിക്കും പറഞ്ഞു. ഇവിടെ തുടക്കത്തിലേ നല്ല ചൂടാ ഇപ്രാവശ്യം. അല്ലെങ്കിൽ ജൂൺ ആവുമ്പോഴാണ്. എന്താണ് ജാസ്മിൻ? അല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നോക്കുമ്പോ ഈ ഇയറിൽ കുറവാണെന്ന് പറയാം.
കഴിഞ്ഞ പ്രാവശ്യം ചൂട് സഹിക്കാൻ പറ്റില്ല. ഉറങ്ങാൻ പറ്റില്ല. കണ്ടിന്യൂസ് നമ്മൾ നമുക്കിടക്ക് കുറെ മഴ കിട്ടിയതുകൊണ്ട് കുറെ ചൂടിനൊരു ആശ്വാസം. ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റിക്കണി കുഴപ്പമില്ലായിരുന്നു. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഒരിക്കലും അതുപോലെ ഉണ്ടാവാൻ. കഴിഞ്ഞ പ്രാവശ്യം മഴ കുറവായിരുന്നു, മഴ തീരെ ഉണ്ടായിരുന്നില്ല. ഓക്കെ, എല്ലാവരും ഭക്ഷണം കഴിച്ചോ? ഇന്നലെ ക്ലാസ്സിന്റെ ക്ലാസ് എടുക്കുമ്പോ ദിവ്യാസിന്റെ ശബ്ദം, കൃപയുടെ ശബ്ദമൊക്കെ പുറത്ത് ഇങ്ങനെ മുഴങ്ങി കേൾക്കാം. ഞങ്ങൾ പുറത്തിരിക്കുമ്പോ ഞങ്ങളുടെ ക്ലാസ് ശബ്ദം കൂടുതലാണ് കേൾക്കാൻ പറ്റും. ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നില്ലേ കൃപ? എടുത്തായിരുന്നു മിസ്സേ. ക്ലാസ് തുടങ്ങിയപ്പോ ദിവ്യയുടെ ശബ്ദം നമുക്കിപ്പോ പേടിയായിട്ട് അറിയാം അത് ആരാണ് സംസാരിക്കുന്നത്. ദിവ്യയുടെ നമുക്ക് അറിയാം എപ്പോഴും. ഇവിടെ ഒരു ഹസ്കി വോയിസ് ആണ് ദിവ്യ. എന്റെ പതുങ്ങിട്ടോ ശബ്ദം. ഇവിടെ എല്ലാരും പറയാൻ എല്ലാരും പൊളിക്കണ്ട ഞാൻ. ഇവിടെ ഈ ബിൽഡിങ്ങിലെ ഏറ്റവും മേലെ ഞാനും ഇതിന്റെ നടുക്കിലൊരു മലയാളി തന്നെയാണ്. അതിന്റെ താഴെ ഒരു തമിഴ് ഫാമിലിയാ. ആ തമിഴ് ഫാമിലിയിൽ ലേഡീന്റെ പൊന്നോ കാലത്ത് കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കണൊക്കെ അടിച്ച് പിരിഞ്ഞ പോലെ ശബ്ദം കേട്ടാ, പേടിക്കും കേട്ടാ. അപ്പൊ എന്റെ ഹസ്ബൻഡ് പറയേ, മേലെ നീയും താഴെ ആളും ഉണ്ട്, നടുക്കില് ഒരു ആന്റി ഒരു മലയാളിയാ, അവര് കഷ്ടപ്പെടുന്നുണ്ടാവും നിങ്ങളെ ഇടയിൽ എടുത്തിട്ട് പറയും. പക്ഷെ ദിവ്യ തൃശ്ശൂർക്കാരിയായിട്ട് തൃശ്ശൂരിന്റെ ഒരു ടച്ചൊന്നും ഇല്ലല്ലോ ശബ്ദത്തില്. അതെ, എന്താന്നറിയില്ല മാം. ഞാൻ ഒരു സ്ഥലത്ത് ജോലി ചെയ്ത പിന്നെ എന്റെ വോയിസ് ആകെ മാറിയത്. ഞാനൊരു ബാങ്ക് റിക്കവറി സെക്ഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ക്ലയൻസിനെ നമ്മൾ മാനേജ് ചെയ്യും ഓരോ മാസം. അപ്പൊ ഓരോ മാസവും ഓരോരുത്തരെ ഡീൽ ചെയ്ത് കഴിയുമ്പോ കുറച്ച് കഴിയുമ്പോ ആ സ്ലാങ് അങ്ങനെ മാറിപ്പോവും. അവരായിട്ട് ഫോണിലാണല്ലോ കൂടുതൽ സംസാരിക്കുക. ലാംഗ്വേജ് ആണ് ഞങ്ങൾ സംസാരിക്കുന്ന പോലെ തന്നെയായിരിക്കും. പിന്നെ വീട്ടിലുള്ള കുറിച്ചിലൊന്നുമില്ല. കറക്റ്റ് ആയിട്ടാണ്. എനിക്ക് എറണാകുളത്ത് കുറെ ഫ്രണ്ട്സ് ഉണ്ട്. ചിലപ്പോ അവരോട് സംസാരിച്ചതിന്റെ ആയിരിക്കാം, അറിയില്ല. ക്ലാസ്സിലേക്ക് കിടക്കാം. ഹ്യൂമൻ ഇന്ററാക്ഷൻ വിത്ത് റിസോഴ്സസ്. നമ്മൾ രണ്ട് റിസോഴ്സസ് ഉണ്ടെന്ന് പഠിച്ചല്ലേ? റീന്യൂവബിൾ ഉണ്ട്, നോൺ റീന്യൂവബിൾ ഉണ്ട്. അപ്പൊ റീന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സിനെ നമുക്ക് എങ്ങനെ സസ്റ്റെയിൻ ചെയ്യാം, എങ്ങനെ അതിന്റെ സുസ്ഥിര വികസനം, അത്തരത്തില് പുനരുപയോഗിക്കാൻ പറ്റുന്ന വിഭവങ്ങൾ നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാം അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. പ്രൈമറി കൺസേൺ the sustainable management of renewable resources is to secure the rate at which is begun, replaced or regenerated. So renewable resources ന്റെ പ്രത്യേകത എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്? renewable resource ഇങ്ങനെയുള്ള വസ്തുക്കളാണ്, നമുക്കത് പുനരുൽപാദിപ്പിക്കാൻ സാധിക്കുന്ന വസ്തുക്കളാണ് അല്ലെ? നമുക്ക് വീണ്ടും അത് പുനരുൽപാദിപ്പിക്കാൻ സാധിക്കുന്ന വിഭവങ്ങളാണ് റീന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ? അതായത് നമ്മൾ ഉപയോഗിക്കുന്ന റിസോഴ്സസ് നല്ല രീതിയിൽ തന്നെ എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കണം. ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞിട്ടുണ്ട്. This means that water not be withdrawn from wells at a faster rate than rate at which rainwater is replenishing underground storage system. എന്താണ് പറയുന്നത്? ചോദിക്കാം, നമ്മള് മഴവെള്ള സംഭരണിയിലാണോ വെള്ളം ശേഖരിച്ച് വെക്കേണ്ടത് അഥവാ കിണറ്റിലെ വെള്ളമാണോ സംരക്ഷിക്കേണ്ടത്? ഇതിൽ ഏതായിരിക്കും ഉചിതമായിട്ട് വരുന്നത്? മഴവെള്ളമാണോ? മഴവെള്ളമല്ലേ? മഴവെള്ളമാണ്. മഴവെള്ളമാണ്. പക്ഷെ കിണറ്റിൽ വെള്ളം വേണ്ടേ? അപ്പൊ മഴവെള്ളം വരുമ്പോ കിണറ്റിൽ തന്നെ അതിലുണ്ടാവുമല്ലോ മഴവെള്ളം. നമ്മള് മഴവെള്ള സംഭരണിയൊക്കെ ഉണ്ടാക്കി വെക്കില്ലേ? വെള്ളം സംഭരിച്ച് വെക്കാൻ. മഴവെള്ള സംഭരണിയിലെ ജലം നിറയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ എതിലായിരിക്കും ശ്രദ്ധ കൊടുക്കേണ്ടത്? എതിലായിരിക്കണം? അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യകതയുണ്ടോ? അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് ഇപ്പൊ ഗവൺമെന്റ് വീട് പുതിയതായിട്ട് കെട്ടുന്നവരുടെ അടുത്തൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ മഴവെള്ള സംഭരണം അത് ചെയ്യണം എന്നുള്ളത്. എല്ലാ വീടുകളുടെയും മുകളിലെ ടെറസിലോ അങ്ങനെ എവിടെയെങ്കിലും ചെയ്യണം എന്നാണ് പറയുന്നത്.
അതായത് മഴവെള്ള സംഭരണി നമുക്ക് ആവശ്യത്തിലധികം വെള്ളം ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ എന്തായിരിക്കണം, നമ്മള് അണ്ടർഗ്രൗണ്ട് വാട്ടർ, അതായത് കിണറിലെ ജലം എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് വരുന്നത്? കിണറിലെ ജലം കിണറ്റിലെ ജലം മഴ പെയ്യുമ്പോഴല്ലേ വരുന്നത്? എന്തോ മഴ പെയ്തിട്ടൊക്കെ അല്ലേ കിണറിലെ വെള്ളം? മഴ പെയ്തിട്ടാണല്ലേ കിണറ്റിൽ വെള്ളം വരുന്നത്. ഭൂഗർഭജലം മിസ്സേ, അതാണോ? ഉറവകളിലൂടെ ഭൂമിയുടെ അടിയിൽ നമുക്ക് മഴ ഭൂമിയിൽ പെയ്താലും കിണറിലെ വെള്ളം നിറയുമല്ലോ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഉറവ നിങ്ങൾ പൊട്ടിയിട്ട് എന്താണ് ജിസ്മ എവിടെയാണ്? കുറെ ദിവസമായാലും ക്ലാസ്സിൽ കയറിയിട്ട്. ഞാൻ കുറച്ച് ബിസി ആയിരുന്നു മാം. ബ്രദറിന്റെ മാരേജ് ആണ് 11-ാം തീയതി. അപ്പൊ അതിന്റെ കുറച്ച് തിരക്കിലായിരുന്നു. പറയും ജിസ്മ, നമുക്ക് കിണറ്റിൽ വെള്ളം വരുന്നത് എങ്ങനെയാണ്? നമ്മൾ മോട്ടർ അടിക്കുമ്പോഴാണോ അല്ലെങ്കിൽ മഴ പെയ്യുമ്പോഴാണോ? ഈ മരത്തിന്റെ വേരിന്റെ ഭൂമിക്ക് അടിയുന്ന ഉറവ പൊട്ടിയിട്ടല്ലേ വെള്ളം വരുന്നത് കിണറ്റിലേക്ക്. കണ്ടിട്ടുണ്ട്. ഭൂമിക്കടിയുന്ന ഉറവ പൊട്ടിയിട്ടല്ലേ വെള്ളം വരുന്നത്. ഭൂമിയിൽ നിന്ന് ഉറവ് കൂടിയിട്ടാണ്. അപ്പൊ കിണറ്റിലെ വെള്ളം എവിടെ നിന്നാ വരുന്നത്? അണ്ടർഗ്രൗണ്ട് വാട്ടർ അല്ലേ? അണ്ടർഗ്രൗണ്ടിൽ ഭൂഗർഭജലം മിസ്സേ. സത്യം എന്താ പറഞ്ഞു? സത്യം പോയി കളഞ്ഞാ? ഞാനിവിടെ ഉണ്ട് ടീച്ചറില്. ഞാനൊന്ന് ഒതുങ്ങി പോയിട്ട് അറിയാണ്ട് പറഞ്ഞു പോയതാണ്. മഴ പെയ്യുമ്പോ പക്ഷെ കിണറിലെ വെള്ളം എന്തെങ്കിലും ഗ്രോ ചെയ്യും അല്ലെ? വളരും അല്ലെ? കുറച്ച് എന്താണ് ഗ്രോ ഉണ്ടാവും, വെള്ളം കൂടുതൽ. ഞാൻ ചെറിയ കുട്ടിയല്ല ടീച്ചർ, അപ്പൊ എനിക്ക് അങ്ങനെ അറിവൊക്കെ ഉള്ളൂ. ഓക്കെ, യെസ്. അപ്പൊ എന്താണ്? That means the water should not be withdrawn from wells at faster rate than the rate which rainwater is retention underground storage system. അതായത് അപ്പൊ നമ്മള് മഴവെള്ള സംഭരണിയിൽ എല്ലാവരുടെ വീട്ടിലുണ്ടോ? മഴവെള്ള സംഭരണി ഉണ്ടോ നിങ്ങളുടെ വീട്ടില്? ഉണ്ടോ? ഇല്ല, പറയാൻ പറ്റില്ല. അപ്പൊ അതില് മഴവെള്ള സംഭരണിയേക്കാൾ കൂടുതൽ നമ്മള് എന്താണ് അണ്ടർഗ്രൗണ്ട് വാട്ടർ, അതായത് എന്തെങ്കിലും കിണറ്റിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ, വെള്ളം വരാത്ത രീതിയിലുള്ള രീതിയിൽ നമ്മള് കിണറിലെ വെള്ളം നമ്മൾ വളരെയധികം ശുചീകരിച്ച് തന്നെയായിരിക്കും കൊണ്ടുപോകുന്നത്. കാരണം ഏറ്റവും പ്യൂർ ആയിട്ടുള്ള ഒരു വാട്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ശരിക്കും പറഞ്ഞാൽ പൈപ്പിൽ നിന്ന് തന്നെ വെള്ളമല്ല ഏറ്റവും ശുദ്ധജലം എന്ന് പറയുന്നത്. പ്യൂരിഫൈ ചെയ്ത ജലമല്ല. ഏറ്റവും ഒരു വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തൊരു ജലം എന്ന് പറയുന്നത് എന്താണ്? കുറച്ച് കട്ടിപ്പ് ഉണ്ടെങ്കിൽ ഒരു കട്ടി ഉണ്ടാവില്ല വെള്ളത്തില്, എങ്കിലും ഏറ്റവും ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നത് അതാണ് അല്ലെ? കിണറ്റിൽ വരുന്നത് നല്ല തെളിഞ്ഞ വെള്ളമായിരിക്കുള്ളൂ. ചിലതിൽ കളർ വ്യത്യാസം ഉണ്ടായെങ്കിലും എന്താണ് നല്ല വെള്ളമായിരിക്കും. അപ്പൊ നമ്മൾ കിണറിലെ ചുറ്റുപാട് കിണർ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും അല്ലെ? നിങ്ങളുടെ വീട്ടിൽ കിണറുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും. കുളമോ കിണറുള്ളവരാണോ? ആണോ? എങ്ങനെയാണ് കിണർ നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കാറ്? എങ്ങനെയാണ് നോക്കട്ടെ. കുടിക്കാൻ മാത്രം കിണറ്റിന് വെള്ളം മുക്കാറുണ്ട്, ബാക്കി അതിനൊക്കെ അടിക്കാറാണ് മോട്ടർ. കിണർ നിങ്ങൾ എങ്ങനെ നോക്കാറുണ്ട്? വെള്ളം കുടിക്കണമായിരുന്നു. കിണറ് നെറ്റൊക്കെ വെച്ചിട്ട് അടച്ചു വെക്കും. പിന്നെ നെറ്റിട്ട് അത് അടച്ചു വെക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? മുകളിൽ താഴെ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് വീഴാതിരിക്കാൻ വേണ്ടിട്ട് അല്ലെ? പക്ഷികൾ വളർത്തുന്ന ഉണ്ടാവാം, അല്ലെങ്കിൽ ഇലകൾ വീഴുമ്പോ വെള്ളം നശിച്ചു ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ആ വെള്ളം സംരക്ഷിക്കുകയാണ് അല്ലെ? ആ വെള്ളത്തിന് യാതൊരുവിധ കേടുപാടുകളും വരാതെ നമ്മൾ അതിനെ എന്താ ചെയ്യുന്നത്? സംരക്ഷിക്കുകയാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ വേറൊരു രീതിയിലൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. In the same way, the number of trees cut down should not outstrip the number of new trees planted. എന്താ പറയുന്നത്? In the same way, number of trees cut down should not outstrip the number of new trees planted. എന്താ പറയുന്നത്? വെട്ടിമാറ്റുന്ന മരങ്ങളുടെ എണ്ണം നമ്മൾ വെച്ച് പിടിപ്പിക്കുന്ന മരങ്ങളുടെ എണ്ണത്തെക്കാളും കൂടാൻ പാടില്ല എന്നാണ് അങ്ങനെ പറയുന്നത്. അതായത് നമ്മൾ എത്ര മരങ്ങൾ വെട്ടുന്നു അതിനെ ഇരട്ടി നമ്മൾ അവിടെ വളർത്തണം. യെസ്, വെരി ഗുഡ്. നമ്മള് എത്രത്തോളം വെട്ടി മാറ്റുന്നുണ്ട് അതിനെ ഇരട്ടിയായിരിക്കണം നമ്മൾ വെച്ച് പിടിപ്പിക്കേണ്ടത്. അപ്പൊ അവിടെ എന്ത് നടക്കുന്നുണ്ട്? റീന്യൂവബിൾ റിസോഴ്സിനെ നമ്മൾ സസ്റ്റെയിൻ ചെയ്യിപ്പിക്കണം. പിന്നീട് നമ്മൾ അതിനെ സുസ്ഥിരമായിട്ട് വികസിപ്പിക്കുകയാണ് അവിടെ ചെയ്തത്. കിണറ് സംരക്ഷിക്കുന്നതോടൊപ്പം എന്താണ്? കിണറ്റിലെ വെള്ളം സംരക്ഷിക്കുന്നതോടൊപ്പം നമുക്ക് തന്നെയാണ് അല്ലെ? മനുഷ്യർക്ക് തന്നെയാണ് അത് ഉപകാരപ്പെടുന്നത്. അതുപോലെ തന്നെ എന്താണ്? മരങ്ങള് വെട്ടി
വെട്ടുന്നതിന്റെ എണ്ണം ഒരിക്കലും കൂടാൻ പാടില്ല. എത്രത്തോളം വെട്ടുന്നോ അതിന്റെ ഇരട്ടിയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വെച്ച് പിടിപ്പിക്കണം. ഇതിന്റെ ഒരു 100 ഇരട്ടിയെങ്കിലും നമ്മൾ അതിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു നമ്മള് ഇത്തരത്തിൽ റീനബിൾ റിസോഴ്സസിനെ അല്ലെങ്കിൽ പുനരുത്പാദിപ്പിക്കാൻ സാധിക്കുന്ന വസ്തുക്കൾക്ക് നമുക്ക് സസ്റ്റെയിൻ ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതായത് ഇച്ചിരി ഉണ്ടെങ്കിൽ പോലും അതിനെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാനാണ്. ഉപയോഗിക്കാൻ പറ്റുന്ന വസ്തുക്കൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പിന്നീട് നമുക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിൽ നമ്മൾ അതിനെ സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട്. ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ സൂക്ഷിച്ചു വെക്കുന്നത്. റീനബിൾ റിസോഴ്സസ് ശരിക്കും പറഞ്ഞാൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ റീനബിൾ റിസോഴ്സസ് സസ്റ്റെയിൻ മാനേജ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. നമ്മൾ ഉള്ളതിനെ നശിപ്പിക്കാതെ അതിനെ വളരെ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കയറി. ഇപ്പൊ മഴ സംഭരണിയുടെ വെള്ളമാണെങ്കിൽ പോലും എന്താണ് മഴവെള്ള സംഭരണിയുടെ വെള്ളത്തിന്റെ പ്രത്യേകത എന്താ? മഴവെള്ള സംഭരണിയുടെ പ്രത്യേകത എന്തിനു വേണ്ടിയാണ് മഴവെള്ള സംഭരണികൾ നമ്മൾ ശേഖരിച്ചു വെക്കുന്നത്? വെള്ളം വേനൽക്കാലത്തേക്ക് വേണ്ടിട്ടല്ലേ? വേനൽക്കാലത്തേക്ക് നമ്മൾ അഡ്വാൻസ് ആയിട്ട് മഴ പെയ്യുന്ന സമയത്ത് സൂക്ഷിച്ചു വെക്കുന്നത്. ഒരു വാട്ടർ സ്കേഴ്സിറ്റി ഉണ്ടാവുന്ന സമയത്ത് നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ എല്ലാ പർപ്പസിനും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? വിൽക്കുന്നതിന് മറ്റു ഉപയോഗത്തിനായിട്ടൊക്കെ നമ്മളത് ഉപയോഗിക്കും. ഓക്കെ, യെസ്. അതേപോലെ തന്നെ കിണറ്റിലെ ജലം നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. നല്ല രീതിയിൽ അതിനെ നോക്കി. പിന്നെ വെറുതെ കിണറിന് വെള്ളം കോര മാത്രമല്ല, നമ്മൾ കിണറിന് വറ്റിക്കാന്ന് കേട്ടില്ല. ചില സമയം വറ്റിക്കാറുണ്ട് കിണർ. എന്തിനു വേണ്ടിയിട്ടാണ്? വർഷത്തിലൊരിക്കല് എന്തിനു വേണ്ടിയിട്ടാണത്? കിണറ് തേവാന്ന് പറയും. കിണർ തേവാന്ന് പറയും അല്ലെ? അത് പ്യൂർ ആയിട്ടുള്ള വാട്ടർ വരാണ്. നല്ല വാട്ടർ മാറി അതിന് നല്ല മണ്ണ്, അത് ചെളി മൺചെളി ആദ്യത്തെ ചെളിയൊക്കെ കളഞ്ഞിട്ട് നല്ല മണ്ണായിട്ട് പ്യൂർ വാട്ടർ കിട്ടാന്. മറ്റേ ആ വെള്ളത്തിലെ അഴുക്കുകളൊക്കെ അടിയിൽ പിടിച്ച് കിടക്കില്ല. നമ്മള് എത്രത്തോളം അതിനെ സൂക്ഷിച്ചു വെച്ചാൽ പോലെ തന്നെ താഴ്വാണ്ടുള്ളതായത് കൊണ്ട് തന്നെ അതിന്റെ കുറെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ എന്താ പറയാ അവശിഷ്ടങ്ങളൊക്കെ വന്നിട്ട് ചില ചെളികൾ വരാനുള്ള ചാൻസ്. ഒരുപാട് കാലം ഒരു വർഷത്തോളം ഇതിങ്ങനെ അടഞ്ഞതുപോലെ കിടക്കുക അല്ലെ? അപ്പോ അതിലെ ആ കട്ടിയായിട്ടുള്ള മണലുകൾ മാറ്റാനുണ്ട്. കട്ടിയായിട്ടുള്ള മണൽ മാറ്റുമ്പോൾ മാത്രമാണ് ചെറിയ പുതിയ മണൽ വരുമ്പോഴാണ് നല്ല തെളിഞ്ഞ വെള്ളം നമുക്ക് ലഭിക്കുന്നത് അല്ലെ? കിണർ വറ്റിച്ചതിന് ശേഷം കിണർ കണ്ടിട്ടുണ്ടോ? നല്ല കണ്ണീര് പോലെ ആയിരിക്കും വെള്ളം ഇരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതേപോലത്തെ റിസോഴ്സുകൾ എന്താണെങ്കിലും നമ്മൾ പുനരുപയോഗിച്ചുകൊണ്ടിരിക്കണം അല്ലെ? കിണർ ഒരു വർഷത്തിൽ ഒരു വർഷം നമ്മള് ഇപ്പൊ ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ വെള്ളം കയറിയപ്പോ ഇവിടെ വീട്ടിലേക്ക് വെള്ളം കയറിയിരുന്നു. അപ്പൊ കിണറൊക്കെ ഒന്ന് തേവി നന്നാക്കി എടുത്തു. കിണറ്റിലേക്കൊക്കെ വെള്ളം കയറിയിരുന്നു, ചെളി ഇതൊക്കെ ആയിട്ട്. പിന്നെ കിണറ്റിന്റെ വെള്ളത്തിന് പ്രത്യേക നല്ല തണുപ്പുണ്ടാവും അല്ലെ? ഏതൊരു സമയത്താണെങ്കിലും നല്ല തണുപ്പായിരിക്കും തന്നെ. പിന്നെ എന്നിരുന്നാലും ഒരു പ്രത്യേകതയാണ് ഒരു വെള്ളത്തിന്. സാധാരണ വെള്ളത്തേക്കാളും പ്രത്യേകതയാണ്. എന്തുകൊണ്ടാണ്? താഴേക്ക് വരുന്ന വെള്ളം ആയതുകൊണ്ട് തന്നെ വളരെ പ്രത്യേകമുള്ള വാട്ടറാണ്. പിന്നെ ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മൾക്ക് ഈ പുനരുത്പാദിപ്പിക്കാൻ പറ്റുന്ന വസ്തുക്കൾ നമുക്ക് സസ്റ്റെയിൻ ചെയ്യണം. ദീർഘകാലത്തിന് വരും തലമുറകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് നല്ല രീതിയിൽ നമ്മളത് മാനേജ് ചെയ്താൽ മാത്രം നമുക്കത് പിന്നീട് മറ്റു തലമുറകൾക്ക് നമ്മൾക്കും അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം നമ്മൾ ഇതൊന്നും നോക്കിയില്ല. വെറുതെ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചു, കിണറുകളൊക്കെ വറ്റിച്ച്, കിണറൊക്കെ ഇല്ലാതാക്കി, കിണറുകളൊക്കെ മൂടിക്കളഞ്ഞ്, മഴവെള്ള സംഭരണികൾ പോലും ഇല്ലാതായി കഴിഞ്ഞാൽ മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് കുറച്ചു കാലം ഒരു 3 വർഷം മുമ്പ് ഞങ്ങൾക്ക് വെള്ളം പൈസ കൊടുത്ത് മേടിക്കേണ്ടി വന്നു. അപ്പൊ നമ്മള് ഏറ്റവും വലിയൊരു ക്രൂഷ്യൽ സ്റ്റേജിലേക്ക് തന്നെ മനുഷ്യൻ പോകും. അങ്ങനത്തെ സിറ്റുവേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് പറയുന്നത്? റീന്യൂവബിൾ റിസോഴ്സസിനെ നമ്മള് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് പറയുന്നത്. അതായത് പുനരുത്പാദിപ്പിക്കാൻ കഴിയുന്ന വസ്തുക്കളെ നമ്മൾ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകുക. ഓക്കെ, ഇനി അടുത്ത കാറ്റഗറി പൗഡറൊക്കെ ഇട്ടിട്ട് ശുദ്ധീകരിക്കൂലേ? ശരിയാണ്. ഇപ്പൊ കിണറ്റിലെ വെള്ളം നമ്മളിപ്പോ ഹെൽത്തിലൊക്കെ വന്നിട്ട് അവരെന്തെങ്കിലും ഇടും. എന്താ ഇടുന്ന? ബ്ലീച്ചിങ് പൗഡർ ഇടും അല്ലെ? ബ്ലീച്ചിങ് പൗഡർ ഇടും കിണറ്റിലെ നിങ്ങളാ? പിന്നെ അതിലെന്തെങ്കിലും തരത്തിലുള്ള ചില സമയത്ത് സീസണൽ ആയിട്ട് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് മെറ്റലിടും. മെറ്റലിടുന്നത് വെള്ളം തെളിഞ്ഞു വരാൻ വേണ്ടിയിട്ടല്ലേ മെറ്റൽസ് ഇടുന്നിട്ടുള്ളത്. അതുപോലെ തന്നെ എന്തെങ്കിലും അസുഖങ്ങൾ ഇപ്പൊ ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇപ്പൊ ഹെൽത്ത് പ്രോഗ്രാംസിനൊക്കെ അവയർനെസ് ആയിട്ട് വരും. അപ്പൊ അവര് കിണറിന് ചുറ്റും അടിക്കും. അതിന്റെ അകത്തും എന്താണ് എന്തെങ്കിലും പെസ്റ്റിസൈഡ്സ് ഒക്കെ അടിക്കണമെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ട് ക്ലിയർ ചെയ്യും.
ഓക്കെ, അതെന്തിനു വേണ്ടിയിട്ടാ പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത റിസോഴ്സസ് ഏതാണ് നമ്മളുടെ അടുത്ത റിസോഴ്സസ്, അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത്? മിസ്സേ, നമുക്ക് വരും തലമുറയ്ക്ക് വെള്ളം ഉണ്ടാവാനേ ചാൻസ് ഇല്ല. എന്താ വെച്ചാൽ ഇപ്പൊ ഒക്കെ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുക എന്നല്ലാതെ വെച്ച് പിടിപ്പിക്കലില്ലല്ലോ. വരും തലമുറയ്ക്ക് ഇനി വെള്ളം ഉണ്ടാവില്ലേ? ഇപ്പോ വരും തലമുറയ്ക്ക് വെള്ളം കൊടുക്കേണ്ട ആരാണ്? നമ്മളാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അതൊന്നും ചെയ്യുന്നില്ല അല്ലെ? നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാനൊന്നും ചെയ്യുന്നില്ല. ഈ ഞാൻ വിചാരിച്ചാൽ മാത്രം എന്തെങ്കിലും ഒന്ന് നടക്കുള്ളൂ അല്ലെ? നമ്മളെന്തെങ്കിലും ചെയ്യാൻ മക്കളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കണം, ചെടി വളർത്താനും മരം വളർത്താനൊക്കെ പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലെന്ന് ആരാ പറഞ്ഞത്? നിങ്ങൾ ടീച്ചറായി നിങ്ങളൊരു സ്കൂളിൽ ചെയ്ത കുട്ടികളോട് പറയുകയാണ് നമ്മളുടെ വെള്ളത്തെ സംരക്ഷിക്കണം, വാട്ടർ സ്കേർസിറ്റി ഒരിക്കലും ഉണ്ടാകരുത് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നു. കുഞ്ഞുങ്ങൾ അത് വീട്ടിൽ പോയി പറയുന്നു, പാരന്റ്സ് അത് കേൾക്കുന്നു എന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ പോകുന്നത് അല്ലെ? പക്ഷെ അങ്ങനെയൊന്നാണോ? അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ? അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. കുറെ ഒരു പരിധി വരെ കുറെ പേര് കുട്ടികൾ പറയുന്ന അനുസരിച്ചിട്ട് കിണറും വെള്ളവും കുളവും ഒക്കെ എന്താണ് നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. ഇല്ലാന്ന് പറയാൻ പറ്റില്ല അല്ലെ? കുറെ പേര് വീടുകളിൽ തന്നെ കുളം ഉണ്ടാക്കുന്നുണ്ട്, നല്ല കുളങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളെ ഈ വയലുകളൊക്കെ പോയത് കാരണം, വയലുകളൊക്കെ നികത്തി അവിടെയൊക്കെ ഇപ്പൊ വീടും ബിൽഡിങ്സ് ഒക്കെ വരികയല്ലേ. അതൊക്കെ പോയത് കാരണം വെള്ളം കിട്ടാത്തൊരവസ്ഥ വരും. നമുക്ക് മനസ്സിലാവുന്ന എന്താണ്? മനുഷ്യൻ പ്രകൃതി ഏറ്റവും ചൂഷണം ചെയ്യുന്ന ജീവി എന്ന് പറയുന്ന ആരാണ്? മനുഷ്യൻ തന്നെയാണ്. തന്നെയാണ് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ജീവി. എല്ലാ വയലുകളും വെട്ടി നശിപ്പിച്ചു. നമ്മൾ പഠിച്ച സമയത്ത് നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഡിഫോറസ്റ്റേഷൻ അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ മുതൽ എന്താണ് എല്ലാവരും വയൽ നികത്തി, നമ്മൾ പഠിച്ചേക്കണം അങ്ങനെയാണ്, വയൽ നികത്തി കെട്ടിടങ്ങൾ പണി കഴിപ്പിച്ചു, അങ്ങനെ വയലുകൾ ഇല്ലാതായി നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൊണ്ട് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? മഴക്കുഴികൾ നിർമ്മിക്കുന്നുണ്ട് മിസ്സേ. നമ്മളെ സ്ഥലത്തൊക്കെ മഴക്കുഴി തൊഴിലുറപ്പുകാർ വന്ന് മഴക്കുഴി നിർമ്മിക്കുന്നുണ്ട്, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അന്ന് നമ്മളത് പഠിച്ചു, ഇന്നത്തെ പിള്ളേർ ഇത് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് നമ്മൾ വയൽ നികത്തലിനെ കുറിച്ച് പഠിച്ചു, ഇന്നും ആ ഒരു കണ്ടന്റ് അത് അതേപോലെ കിടക്കുന്നുണ്ട്. മാറ്റങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. എത്രയോ വർഷങ്ങളായി പിള്ളേർ ഇപ്പോഴും അത് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കണ്ടന്റ് വയലുകൾ നികത്തി കെട്ടിടങ്ങൾ പണിയുന്നു, അങ്ങനെ ഭൂമിയിൽ സ്ഥലങ്ങളില്ലാതെയാവുന്നു, വെള്ളം വറ്റിക്കുന്നു, ഭൂമിയിൽ നദികളില്ല. പണ്ട് കാലത്തൊക്കെ ആൾക്കാരെല്ലാരും ഒരേ വീട്ടിലല്ലേ ഉണ്ടായിരുന്നത്. ഇപ്പൊ ഒരു അമ്മയ്ക്ക് അച്ഛനും 4 മക്കളുടെ 4 ആൾക്കും വീട് വേണം. അപ്പൊ അങ്ങനെ ആവുമ്പോ പിന്നെ സ്ഥലം വേണ്ടേ? അപ്പൊ 4 വീട് വെച്ചോട്ടെ, പക്ഷെ 4 കിണറോ 4 കുളമോ കുത്തിയാലും നല്ല കുത്തില്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സസ്റ്റൈനബിൾ മാനേജ്മെന്റ് ഓഫ് ന്യൂ റീനബിൾ റിസോഴ്സസ്. അടുത്തത് നോൺ റീനബിൾ റിസോഴ്സസിനെ നമുക്ക് എങ്ങനെ സസ്റ്റെയിൻ ചെയ്യാം. ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ? എന്തുകൊണ്ടാണ് അത് ബുദ്ധിമുട്ടാവാൻ കാരണം? നോൺ റീനബിൾ റിസോഴ്സസിന് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം എന്താ? പുനരുൽപ്പാദിപ്പിക്കാൻ കഴിയാതെ പരിമിതികളുള്ള റിസോഴ്സസ് ആണ് അല്ലെ? ഓക്കെ, the process of non-renewable resources management differ from that of new renewable resources management. മറ്റേ നമ്മൾ പുനരുൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന വിഭവങ്ങളെക്കാളും കുറച്ചുകൂടി എന്താണ് ഡിഫറെന്റ് ആണ് ഇത് മാനേജ് ചെയ്യാന്നുള്ളത്. The silent feature of non-renewable resources is that they can be drained. The more we use, the less remains. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സാധനം, അതായത് നോൺ റീനബിൾ റിസോഴ്സസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിച്ചത്? ഏതൊക്കെ റിസോഴ്സസിന്റെ പേരുകളാണ് നമ്മൾ പഠിച്ചത്? ഫോസിൽ ഫ്യൂവൽസ്, ഓറൽസ്, മെറ്റൽസ്, അയൺ, കോപ്പർ, കോള, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത് അല്ലെ? അപ്പൊ ഇതൊക്കെ നമുക്ക് എന്താണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത വെച്ചാൽ ഡ്രെയിൻ ചെയ്യാൻ പറ്റും. ഡ്രെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഡ്രെയിൻ ചെയ്യാൻ പറ്റും, ഇതിനെ വറ്റിച്ചു കളയാനും പറ്റും. അതോടൊപ്പം തന്നെ ഉപയോഗിക്കും തോറും എന്താണ് അവശേഷിക്കുകയും ചെയ്യും അല്ലെ? ഇതിനെ നമുക്ക് വറ്റിച്ച് ഡ്രെയിൻ ചെയ്ത് കളയാൻ പറ്റും. പെട്രോളിയം ഒക്കെ നമുക്ക് എന്താണ്, പെട്രോളിയം ഓയിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വറ്റിച്ച് കളയാൻ പറ്റില്ല, ഡ്രെയിൻ ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ ഉപയോഗശൂന്യമായ വസ്തുക്കളാണെങ്കിൽ അതിന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കതിനെ ഡ്രെയിൻ ചെയ്യാൻ അഥവാ വറ്റിച്ച് കളയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ പിന്നെന്ന് വെച്ചാൽ ഇതെന്താണ്
ഇപ്പൊ ഒരു ദിവസം കൊണ്ടാണോ പെട്രോളിയവും കോളോ ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്? ഒരൊറ്റ ദിവസം കൊണ്ടാണോ ഉണ്ടാകുന്നതൊക്കെ? അല്ല. അല്ല, ഏകദേശം ഒരുപാട് ഇയേഴ്സ് ചിലപ്പോൾ അതില് അധ്വാനിക്കേണ്ടി വരും അവസ്ഥ. അതായത് ഖനനം ചെയ്യാവുന്ന ഒരു പ്രക്രിയ തന്നെ എന്താണ്, വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ്സാണ്. തൗസൻഡ് ഓഫ് ഇയേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് ഇയേഴ്സ് വേണമെങ്കിൽ അതിനെ കാത്തിരിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആണ്. അപ്പൊ അത്തരത്തിലുള്ള വിഭവങ്ങൾ നമ്മൾ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ എർത്തിന്റെ ഒരു ആ ഒരു രൂപം എന്ന് പറയുന്നത്, അതായത് എർത്ത് ഈസ് ബേസിക്കലി ക്ലോസ്ഡ് സിസ്റ്റം ആണ് അല്ലെ. ബേസിക്കലി ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നതാണ് എർത്ത് ഒരു ഭൂമി ഒരു അടഞ്ഞ സംവിധാനമാണ്. അടഞ്ഞ സംവിധാനം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഷേപ്പ് എങ്ങനെയാണ്? ഭൂമിയുടെ ഷേപ്പ് എങ്ങനെയാണ്? ഉരുണ്ടിട്ട് ഷേപ്പാണ്. അതിനെ ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഭൂമി അടിസ്ഥാനപരമായിട്ടും ഒരു എങ്ങനെയുള്ള ഒരു സെറ്റപ്പാണ്? ക്ലോസ്ഡ് സിസ്റ്റം, അടഞ്ഞ സംവിധാനമായത് കൊണ്ട് തന്നെ എന്താണ്, അതായത് ഇതിനർത്ഥം ഭൂമിയിൽ സൂര്യന്റെ വെളിച്ചം ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും, അതായത് ഭൂമിക്ക് സൂര്യനിൽ നിന്ന് ഊർജ്ജം ലഭിക്കുന്നുണ്ടെങ്കിലും എന്താണ്, ചില റിസോഴ്സസിലെ അല്ലെങ്കിൽ ചില വിഭവങ്ങളെ ഉത്പാദിപ്പിക്കാനായിട്ട് എന്താണ് നമുക്ക് ഒരുപാട് വർഷങ്ങൾ എടുക്കേണ്ടി വരുന്നു. അതായത് amount of matter in earth system is fixed. The existing solid earth resources are all that we have and probably all we are ever have. അതായത് ബാഹ്യപ്രപഞ്ചമായിട്ട്, അതായത് നമ്മുടെ എർത്തിന്റെ മാറ്റർ ആയിട്ട് എന്താണ്, അതിങ്ങനെ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു മാറ്റർ ആണ്. എമൗണ്ട് ഓഫ് മാറ്റർ ഫിക്സ് ചെയ്തതെന്ന് വെച്ചാൽ പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താണ്? പ്രപഞ്ചം എന്തൊക്കെയാണ് പ്രപഞ്ചത്തിൽ ഉൾക്കൊള്ളുന്നത്? എന്തൊക്കെയാണല്ലേ, പറയൂ. എർത്ത് സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത്? ജലം, വായു. അടിപൊളി. ജലം, വായു, മണ്ണ്. അപ്പൊ തന്നെ നമ്മൾ എന്താ മനസ്സിലാവണം, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സിസ്റ്റം ആണ് നമ്മുടെ എർത്ത് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ കുറെ, അതായത് നമ്മൾ ഇതേപോലെ തന്നെ എന്താണ്, പുനരുപയോഗിക്കാൻ പറ്റാത്ത റിസോഴ്സസുകളെ, അതായത് നമ്മൾക്ക് അതിനെ പിന്നീട് അതിന്റെ ഉപയോഗങ്ങൾ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത് നമ്മുടെ ഗ്ലോബ് അല്ലെങ്കിൽ എർത്ത് ഒരു ക്ലോസ്ഡ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ, ഭൂമി ഒരു അടഞ്ഞ സംവിധാനം ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വസ്തുക്കൾ നമുക്ക് ഉത്പാദിപ്പിച്ച് അത് എന്താണ് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമുക്ക് എന്താണ് കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടേണ്ടി വരും അല്ലെ, അത് എക്സിസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അല്ലെ. അതായത് സ്റ്റോർ ചെയ്ത് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ. നമുക്ക് ഒരുപാട് ആയി കഴിഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞില്ലേ, പെട്രോളിയം ഉൽപ്പന്നങ്ങളും ഓയിൽ ഉൽപ്പന്നങ്ങളും നമുക്ക് ട്രെയിൻ ചെയ്ത് ഇതിനൊക്കെ വറ്റിച്ച് കളയാനായിട്ട് സാധിക്കും. പക്ഷെ ഇത് വീണ്ടും ഉത്പാദിപ്പിക്കുക എന്ന് പറയുന്നതിന് ഒരുപാട് മെഷീനറീസ് ആവശ്യമാണ്, മാൻ പവേഴ്സ് ആവശ്യമാണ്, ഒരുപാട് വർഷകാലം ഇത് കാത്തിരിക്കേണ്ടി വരുന്നു. ഓക്കെ, അപ്പൊ അത് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ഈ കിട്ടുന്ന സാധനം, ഇപ്പൊ ഗോൾഡ് കിട്ടിയത് വെച്ചോ, ഗോൾഡ് കിട്ടിയത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? ഗോൾഡ് കിട്ടി, നമുക്ക് ഖനനം ചെയ്ത് ഗോൾഡ് ആണ് കിട്ടിയത് അല്ലെങ്കിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ് കിട്ടിയത്. ഇത് നമ്മൾ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്ത് വെക്കാന്ന് മാത്രമേ ഉള്ളൂ അല്ലെ. നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷെ എന്താണ്, സ്റ്റോർ ചെയ്തതിൽ നിന്ന് കുറച്ചെടുത്ത് മാത്രം നമുക്ക് ഉപയോഗിക്കാനേ പറ്റുള്ളൂ. പക്ഷെ എന്താണ്, പിന്നീട് പെട്ടെന്ന് ഒരു ദിവസം തീർന്നു പോയാൽ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുമോ? ഇത് തീർന്നു പോയാല് പറ്റില്ല. സ്റ്റോർ ചെയ്ത് വെക്കാം അല്ലെ. കുറച്ചെങ്കിലും കുറച്ച് നാളുകൾക്ക് നമുക്ക് അത് സ്റ്റോർ ചെയ്യാം. പക്ഷെ ഉടനടി അതിന്റെ യൂസ് തീർന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നമുക്കത് സസ്റ്റെയിൻ ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോഴും എന്ത് വേണ്ടി വരുന്നു? ഇതേപോലെ അത് ഉണ്ടാക്കി അത്രയും വർഷവും സമയവും ഒക്കെ അത് പിന്നീട് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടി വരുന്നു. ഓക്കെ, അപ്പോ നോൺ റിന്യൂവബിൾ റിസോഴ്സസിന് നമ്മൾ സസ്റ്റെയിൻ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുവരാൻ എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ് തന്നെയാണ്. മറിച്ച് റിന്യൂവബിൾ റിസോഴ്സസിന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇതിൽ ഏറ്റവും എളുപ്പം അതാണ്. ഏത് കാര്യത്തിന് മാനേജ് ചെയ്യാനാണ് ഏറ്റവും എളുപ്പം? ഏത് റിസോഴ്സ് മാനേജ് ചെയ്യാനാണ് ഏറ്റവും എളുപ്പം? ഏത് റിസോഴ്സസ് ആണ് മാനേജ് ചെയ്യാൻ ഏറ്റവും എളുപ്പം? ഏതാണ്? റിന്യൂവബിൾ റിസോഴ്സ്. ഉത്പാദിപ്പിക്കാൻ പറ്റുന്ന വിഭവങ്ങൾ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നു അല്ലെ. അതാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഒന്ന് മ്യൂട്ട് ചെയ്യണേ. നമ്മുടെ നെക്സ്റ്റ് ഭാഗത്തിലേക്ക് പോകുന്നത് എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആണ് കേട്ടോ. എൻവയോൺമെന്റ് പൊല്യൂഷൻ.
ഇവിടെ ഒന്ന് നോക്കാതെ നിങ്ങളൊന്ന് പറഞ്ഞു, നിങ്ങൾക്ക് എന്തൊക്കെ തരത്തിലുള്ള പാരിസ്ഥിതിക മലിനീകരണങ്ങൾ അറിയാം? അതൊന്നും നോക്കരുത്, പറയൂ. എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ. കഴിഞ്ഞോ? സോയിൽ പൊല്യൂഷൻ. സോയിൽ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ. പിന്നെ എന്തൊക്കെ അറിയാം? കഴിഞ്ഞോ? നോക്കാതെ പറഞ്ഞാൽ കഴിഞ്ഞു ടീച്ചർ അല്ലെ? നോക്കി പറഞ്ഞാലും ഒരെണ്ണം കൂടി പറയാം നമുക്ക്. റേഡിയേഷൻ പൊല്യൂഷൻ അല്ലെ? റേഡിയേഷൻ പൊല്യൂഷൻ കൂടി ഉണ്ട്. ഇത് ആരെ എടുക്കൂലെന്ന് പറഞ്ഞത് ദിവ്യ? റേഡിയേഷൻ പൊല്യൂഷൻ അത് സുബി. ഇനി ഈ ആഴ്ച എടുക്കാൻ ചിലപ്പോ അടുത്ത ആഴ്ച പറ്റുമെന്ന് അറിയില്ല. ഈ തേഴ്സ്ഡേ ആണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. ഓക്കെ, യെസ്. ആള് പറഞ്ഞിരുന്നു പറ്റുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും മാറ്റി കൊടുക്കാൻ പറഞ്ഞേക്കാം, ആൾക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ആണോ? അപ്പൊ ആരും എടുക്കില്ലെങ്കിൽ ടീച്ചർ എടുക്കാം. ആരെങ്കിലും എടുക്കുന്നുണ്ടോ റേഡിയേഷൻ പൊല്യൂഷൻ? ഇന്ന് എടുക്കുന്ന നെക്സ്റ്റ് ക്ലാസ് എടുത്താൽ മതി. ഞാൻ എടുക്കാം. വിനീത എടുത്തോളൂ കേട്ടോ. നമുക്ക് നോക്കാം. എൻവയോൺമെന്റ് പൊല്യൂഷൻ മീൻസ് breaking the environment in such manner that is unable to play its role properly. If an environment is not going to maintain, nourish and sustain humanity, environment pollution is air pollution, land, sound and radiation pollution. നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത് 4 തരത്തിലുള്ള പൊല്യൂഷൻസ് മാത്രമാണ് അല്ലെ? അപ്പൊ പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മലിനീകരണം, ആ വാക്കിൽ നിന്ന് തന്നെ നമുക്കറിയാം. ഏറ്റവും നല്ലൊരു വാക്കാണോ അത്? അല്ല, ഒരിക്കലും അല്ല അല്ലെ? പരിസ്ഥിതിയെ നശിപ്പിക്കുന്നതാണ് എന്ത്? അല്ലെങ്കിൽ പരിസ്ഥിതിയെ ഡിസ്ട്രോയ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ് എന്ത്? മലിനീകരണം. മലിനീകരണം നമുക്ക് പല രീതിയിൽ സംഭവിക്കാം അല്ലെ? എൻവയോൺമെന്റിനെ നശിപ്പിക്കുക, ഒരു പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്ന എന്ത് കാര്യവും എന്തായിട്ട് നമുക്ക് സൂചിപ്പിക്കാം? പൊല്യൂഷൻ ആയിട്ട് നമുക്ക് പറയാം അല്ലെ? ഓക്കെ, പ്രത്യേകിച്ച് ഏതൊക്കെയാണ് വരുന്നത്? അപ്പൊ പരിസ്ഥിതി നമ്മൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തെങ്കിൽ മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്? പൊല്യൂഷൻ ഉണ്ടാവുന്നത്. പ്രോപ്പർ വേയിലാണ് പരിസ്ഥിതിയെ നമ്മൾ പരിചരിക്കുന്നെങ്കിലോ, നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കാണുന്നു, ട്രീറ്റ്മെന്റ് ചെയ്യുന്നു അല്ലെ, മരുന്ന് വാങ്ങിച്ച് സുഖം പ്രാപിക്കുന്നു. പക്ഷെ പരിസ്ഥിതിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? പരിസ്ഥിതിക്ക് അസുഖം വരുത്തുന്നത് ആരാണ്? നമ്മളാണ് അല്ലെ? നമ്മൾ പരിസ്ഥിതിക്ക് വയ്യാണ്ടായി നമ്മൾ അതിനെ കൂടുതൽ മലിനാക്കുന്നു. അതെ, പരിസ്ഥിതിക്ക് രോഗം ഉണ്ടാക്കുന്നത് നമ്മൾ മനുഷ്യർ തന്നെയാണ്. അതർ ആക്ടിവിറ്റീസിലൂടെയും അതർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ മനുഷ്യർ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് പ്രകൃതിക്ക് ദോഷകരമായിട്ട് ബാധിക്കുന്നത്. ഓക്കെ, അപ്പൊ പ്രകൃതിക്ക് ഒരു ദോഷം ഉണ്ടായി, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? പ്രകൃതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ടോ? ഇല്ല. പ്രകൃതിക്ക് വേണ്ട ചികിത്സ നമ്മൾ കൊടുക്കുന്നുണ്ടോ? ഇല്ല, കൊടുക്കുന്നില്ല. ആ ഒരു സന്ദർഭത്തിലാണ് എന്ത് സംഭവിക്കുന്നത്? അവിടെ പൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതിങ്ങനെ നമ്മൾ നോക്കാതിരുന്ന അസുഖത്തിനെ മൂർച്ച കൂട്ടി ഇപ്പൊ നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന വേസ്റ്റ് വന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ വേസ്റ്റ് ആണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതലുള്ളത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ കട്ട പിടിച്ച് കൂടി കിടന്നു പോയത്? അതിനെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ചാനലിൽ നമ്മൾ അതിനെ നീക്കം ചെയ്യാത്തത് കൊണ്ട്. അപ്പൊ പരിസ്ഥിതിക്ക് വന്നൊരു അസുഖമാണ് വേസ്റ്റ് നമ്മൾ ഒരു കാരണവശാലും മനുഷ്യര് എന്താണ് അതിനെ ട്രീറ്റ് ചെയ്തില്ല. അപ്പൊ എന്താ? അതിങ്ങനെ കുന്നുകൂടി ആർക്ക് തന്നെ ബാധകമായി? ആർക്കാണ് അത് പിന്നെ വരുത്തിയത്? മനുഷ്യൻ തന്നെയാണ് അത് അല്ലെ? പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെയായി, വളരെ സ്മെല്ലായി, മറ്റു പല അസുഖങ്ങൾ വരാറായി. എന്താണ് മൊത്തത്തില് നമ്മളുടെ ആ ഒരു ഇക്കോസിസ്റ്റത്തിനെ തകർക്കുന്ന രീതിയിലാണ് എന്ത് പൊല്യൂഷന്റെ ഉയർത്തെഴുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, യെസ്. നമുക്ക് ആദ്യത്തേത് എയർ പൊല്യൂഷൻ ആണ്. എയർ പൊല്യൂഷൻ ആരാണ് പഠിപ്പിക്കുന്നത്? ഏത് ടീച്ചറാണ്? ഞാനാണ് മിസ്. പറയൂ. എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വായു മലിനീകരണം. നമ്മള് മനുഷ്യനും സസ്യജന്തുജാലങ്ങൾക്കും കെട്ടിടങ്ങൾക്കും ഒക്കെ അപകടകരമായ രീതിയിൽ വായുവില് അതിന്റെ വായു മലിനമാകുന്ന രീതിയിലുള്ള ഗ്യാസസോ അങ്ങനത്തെ എന്തെങ്കിലും ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്താലാണ് നമ്മൾ ആ സിറ്റുവേഷനാണ് എന്തെന്ന് പറയാ? എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. എയർ പൊല്യൂഷൻ മേ ബി ഡിഫൈൻഡ് ആസ് ദ ഹാപ്പനിങ് ഇൻ എയർ ഓഫ് എനി ഫോറിൻ മെറ്റീരിയൽസ് ഓർ ഗ്യാസ് which is risky to man, vegetation, animals or buildings.
ഇപ്പൊ പറഞ്ഞതാണ്, ബിൽഡിങ്സിനോ മനുഷ്യനോ സസ്യജന്തുജാലങ്ങൾക്കോ അപകടകരമായ രീതിയിൽ വായുവിൽ ചേർന്നിരിക്കുന്ന വിഷവാതകങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. Thus, the contamination of air with dust, smoke and harmful gases may be considered as air pollution. ഇവിടെ എന്താ പറയുന്നത്, പുകകളോ പൊടിപടലങ്ങളോ ദോഷകരമായ വാതകങ്ങളോ വായുവിനെ മലിനമാക്കുന്നു. കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ മലിനീകരണം. ഇതെല്ലാം പൊടിപടലങ്ങള് നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയും പുകപടലങ്ങള്, അതായത് മലിനമാക്കുന്ന രീതിയിലുള്ള പുകപടലങ്ങളും ഹാംഫുൾ ഗ്യാസസും എന്ത് എയർ പൊല്യൂഷന് കാരണമാകുന്നു. ഇനി നമ്മളിവിടെ ഡീറ്റെയിൽ ആയി പറയാണ് കോസസ് ഓഫ് എയർ പൊല്യൂഷൻ, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വായു മലിനീകരണം ഉണ്ടാകുന്നതെന്ന്. മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്. മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻസ്. നമ്മള് ഒരു വീട്ടിൽ തന്നെ എത്ര ആളുണ്ടോ അത്ര അധികം നമ്മൾ വാഹനങ്ങൾ ഉപയോഗിക്കുകയാണ്. ഇപ്പോ നമ്മളുടെ ജനസാന്ദ്രതയ്ക്ക് തുല്യമായ രീതിയിൽ തന്നെ നിരത്തുകളിൽ വാഹനങ്ങളുണ്ട്. അപ്പോൾ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് എങ്ങനെയാണ് എയർ പൊല്യൂഷന് കാരണമാകുന്നത്? വാഹനങ്ങളില് നിറയ്ക്കുന്ന ഫ്യൂവൽസ്, അതിൽ വേണ്ട ഇന്ധനങ്ങളിൽ നിന്ന് പുറത്തുവിടുന്ന വിഷവാതകങ്ങളാണ് വായു മലിനീകരണത്തിന് കാരണമാകുന്നത്. ഇന്ധനങ്ങളിൽ ഉപയോഗിക്കുന്ന ഫോസിൽ ഗ്യാസസും ഇതൊക്കെ കത്തുമ്പോൾ കാർബണും നൈട്രോക്സൈഡും ഒക്കെ ഉണ്ടാക്കുന്നു. ഇതൊക്കെ അധികമായി വായുവിൽ നിറയുന്നതാണ് എയർ പൊല്യൂഷന് കാരണം. ഇങ്ങനെയാണ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് എയർ പൊല്യൂഷന് കാരണമാകുന്നു എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഇൻഡസ്ട്രിയലൈസേഷൻ ആണ്. ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വ്യാവസായികവൽക്കരണം. നമ്മളുടെ രാജ്യത്ത് നമ്മളുടെ ചുറ്റുപാടും കൂടുതൽ വ്യവസായ സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും ആ അന്തരീക്ഷത്തിൽ താമസിക്കുന്നവരുടെ ആരോഗ്യ നിലവാരം മെച്ചപ്പെട്ടതായിരിക്കില്ല. കാരണം എന്തുകൊണ്ടായിരിക്കും, ആ ഇൻഡസ്ട്രീസിൽ നിന്നൊക്കെ പുറന്തള്ളപ്പെടുന്ന വാതകങ്ങള്, അവർ പലതരം ഗ്യാസസ് ഉപയോഗിച്ചിട്ടുള്ള കെമിക്കൽസും എല്ലാം ഉപയോഗിച്ചിട്ടുള്ള ഇത് ഡിസ്പോസ് ചെയ്യുന്നതും അവരുടെ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുന്നതും ഒക്കെ എന്തായിരിക്കും, ചിലത് എയർ വഴിയായിരിക്കും, അതായത് കത്തിച്ച് ബേണിംഗ് പ്രോസസ്സിലൂടെ ആയിരിക്കും പുറന്തള്ളപ്പെടുന്നുണ്ടായിരിക്കുക. അപ്പൊ അങ്ങനെയുള്ളപ്പോ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ എയർ പൊല്യൂഷന് ഒരു കാരണമാണ്. കൂടുതലായിട്ട് വ്യാവസായികവൽക്കരണം എന്ന് പറയുന്നതും എയർ പൊല്യൂഷന് കാരണമാകുന്നു. ഇനി ഫ്യൂവൽസ് എന്ന് പറയുന്നത് എന്താണ്, ഇന്ധനം. ഇപ്പോ നമ്മളൊരു ഇന്ധനം ഉൽപ്പാദിപ്പിക്കുന്നത് എന്തിനാ, അത് ഉപയോഗിക്കാനാണ്. അത് പല രീതിയിലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. ഇപ്പോ വാഹനങ്ങളിലാകട്ടെ, നമ്മൾ വീട്ടില് ഗ്യാസ് ഉപയോഗിക്കുന്നു, LPG ഗ്യാസ് ഉപയോഗിക്കുന്നു, അതൊരു ഇന്ധനമാണ്. ഇപ്പൊ അതല്ലാണ്ട് ഫ്യൂവൽസ് പെട്രോളിയം ഖനനം ചെയ്യുന്നു, അവിടുത്തെ വേസ്റ്റ് ഒക്കെ എങ്ങനെയാണ്, ബേണിംഗ് ചെയ്തിട്ടാണ് കളയുന്നത്. പ്യൂരിഫൈ ചെയ്യുമ്പോൾ അത് ബേണിംഗ് ചെയ്യുന്നു. അപ്പൊ ഈ ഫ്യൂവൽസും എയർ പൊല്യൂഷന് കാരണമാകുന്നു. ഇനി യൂസസ് ഓഫ് ഇൻസെക്ടിസൈഡ്സ്. ഇൻസെക്ടിസൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മള് കീടനാശിനികൾ. നമ്മള് പല തരം കീടനാശിനി, ഇപ്പൊ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്, അമോണിയാണ്. അമോണിയം ഉപയോഗിക്കുന്നതിലൂടെ നമ്മൾ ഒരു കൃഷി ഏരിയയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ അധികം വിഷങ്ങൾ തെളിച്ചിട്ടായിരിക്കും അല്ലേ ആ പച്ചക്കറികളായാലും ബാക്കിയെല്ലാം സംരക്ഷിച്ചു പോരുന്നത്. അപ്പോൾ ഈ ഇൻസെക്റ്റിനൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് തെളിക്കുന്ന പലതരത്തിലുള്ള ഈ സ്പ്രേ പോലെയുള്ളതെല്ലാം അതിന്റെ കണികകള് ഈ എയറില്, അതായത് നമ്മുടെ വായുവില് കലരുകയും അത് നമ്മൾ ശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇത് ഇൻസെക്ടിസൈഡ്സ് ഇങ്ങനെയാണ് എയർ പൊല്യൂഷന് കാരണമായി തീരുന്നത്. ഇനി ഡീഫോറസ്ട്രേഷൻ. ഡീഫോറസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കാട് വെട്ടിത്തെളിച്ച് അതെ വനനശീകരണമാണ്. അപ്പൊ നമ്മളുടെ ഈ വനങ്ങള് നമ്മൾ എങ്ങനെയാണ് എയർ പൊല്യൂഷൻ ഇല്ലാതിരിക്കാൻ സഹായിക്കുന്നതെന്ന് അറിയാമോ? മരങ്ങള് വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം നിർവഹിക്കുന്നുണ്ട് അല്ലെ ഈ എയർ പൊല്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. മരങ്ങൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വായുമലിനീകരണം ഇല്ലാതിരിക്കാൻ. അതായത് വായു എന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ച് നമുക്ക് ഓക്സിജൻ തരുന്നത് ആരാ? മരങ്ങളാണ്. അപ്പൊ അവിടെ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ച് ഈ വനനശീകരണം ഉണ്ടാക്കി കഴിഞ്ഞാൽ എയർ പൊല്യൂഷൻ ഉണ്ടാവില്ലേ ഉള്ളൂ. എയറിനെ പ്യൂരിഫൈ ചെയ്യാൻ അവിടെ ആരും ഇല്ലാണ്ടായിപ്പോ. അപ്പൊ അതുകൊണ്ട് ഡീഫോറസ്ട്രേഷനും എയർ പൊല്യൂഷന് കാരണമാകുന്നു. ഇനി ലേക്ക് ഓഫ് പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് ഗാർബേജ്.
ഇതും നേരത്തെ പറഞ്ഞ ഫ്യൂവലുമായിട്ട് കണക്ട് ചെയ്ത്. ഇപ്പൊ എന്ത് സാധനമായാലും നമുക്ക് ഒരു സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു വേസ്റ്റ് ഉണ്ടായിരിക്കും അല്ലെ. ആ വേസ്റ്റ് എങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള വേ നമ്മളുടെ രാജ്യത്ത് ഇന്നും നിലവിലില്ല. ഒരു സാധനം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ ഡിസ്പോസ് ചെയ്യണം, ആദ്യമൊക്കെ ചില നടപടികൾ കൊണ്ടുവരും, അതൊക്കെ പിന്നെ അത് ആ വഴിക്ക് അങ്ങനെ പോകും. പക്ഷെ നമ്മൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് എങ്ങനെയാണ് വേസ്റ്റ് ഒക്കെ ഡിസ്പോസ് ചെയ്യേണ്ടത്. അത് കത്തിച്ച് കളയേണ്ട സാധനങ്ങൾ എന്ന് പറയും. പക്ഷെ ഈ കത്തിച്ച് കളയുമ്പോൾ പലതരത്തിലുള്ള വാതകങ്ങൾ, മെത്തേൻ പോലത്തുള്ളതും നൈട്രോക്സൈഡും ഒക്കെ പുറന്തള്ളപ്പെടും. ഇതെല്ലാം എവിടെ വന്നിട്ടാ ചേരുന്നത്? നമ്മളുടെ വായുവിൽ തന്നെ. അത് നമ്മൾ ശ്വസിക്കേണ്ടതായിട്ടും വരും. അപ്പോ ഈ ഗാർബേജ് ആയാലും കത്തിക്കാൻ പാടില്ലാത്തത് ഒരിക്കലും കത്തിച്ച് കളയരുത്. ഹാംഫുൾ ആക്കുന്ന ഗ്യാസസ് പുറന്തള്ളപ്പെടുന്ന ഒരു സാധനങ്ങളും വേസ്റ്റേജ് കത്തിച്ച് കളയാൻ പാടില്ല. അങ്ങനെ കത്തിച്ച് കളയുമ്പോഴാണ് ഈ ഗാർബേജ് എന്ന് പറയുന്നത് എയർ പൊല്യൂഷന് കാരണമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത് നമ്മള് കോൺസിക്വൻസ് ഓഫ് എയർ പൊല്യൂഷൻ. ഇനി എയർ പൊല്യൂഷനുള്ള കാരണങ്ങൾ പറഞ്ഞു. ഈ എയർ പൊല്യൂഷൻ കൊണ്ട് എന്തൊക്കെ കോൺസിക്വൻസ് നമ്മൾ നേരിടേണ്ടി വരും എന്നാണ് അടുത്തത് പറയുന്നത്. എഫക്ട്സ് ഓഫ് ക്ലൈമാറ്റ്. ക്ലൈമാറ്റിനെ എങ്ങനെയായിരിക്കും എയർ പൊല്യൂഷൻ എഫക്ട് ചെയ്യുന്നത്? ക്ലൈമാറ്റിനെ നമ്മൾ ആരും ചിന്തിക്കാത്ത ഒരു കാര്യം, നമ്മൾ എല്ലാവർക്കും ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവരൊക്കെ ആയിരിക്കും അല്ലെ. പക്ഷെ ഈ ഒരു എയ്റോപ്ലെയിനിൽ നിന്ന് വരെ പുറന്തള്ളപ്പെടുന്ന പല വാതകങ്ങളും വേസ്റ്റേജസും എന്തിന് കാരണമാകുന്നുണ്ട്? എയർ പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. നമ്മൾ വിചാരിക്കും റോട്ടിൽ കൂടെ പോകുന്ന വാഹനങ്ങളിൽ നിന്ന് മാത്രമാണ് ഈ പൊല്യൂഷൻസ് ഉണ്ടാവുന്നത്. അല്ല, ഈ ഫ്ലൈറ്റിൽ നിന്ന് വരുന്ന വാതകങ്ങളും എയർ പൊല്യൂഷന് കാരണമാകുന്നു. പിന്നെ അതല്ലാണ്ട് ഫാക്ടറീസിൽ നിന്ന് വരുന്ന പുകകള് ഇതെല്ലാം വായുവിലേക്ക് എത്തുമ്പോൾ നമ്മളുടെ അന്തരീക്ഷത്തില് കൂടുതലായിട്ട് കാർബൺ ഡൈ ഓക്സൈഡും നൈട്രോക്സൈഡും ഉണ്ടാവും. ഈ കാർബൺ ഡൈ ഓക്സൈഡും നൈട്രോക്സൈഡും കൂടുതൽ അളവായി കഴിഞ്ഞാൽ അന്തരീക്ഷത്തിന് എന്ത് സംഭവിക്കും? ഭൂമിയുടെ ടെമ്പറേച്ചർ കൂടും. ഭൂമിയുടെ ടെമ്പറേച്ചർ കൂടുന്ന അവസ്ഥയെ നമ്മൾ എന്തെന്നാ പറയാ? ഗ്ലോബൽ വാർമിംഗ്. അതെ, ഗ്ലോബൽ വാർമിംഗ്. ഇപ്പൊ ഈ ഗ്ലോബൽ വാർമിംഗ് വരാനുള്ള ഒരു കാരണം എന്തായിരിക്കും? അപ്പോ നമ്മളുടെ എയർ പൊല്യൂഷൻ ആണ് അല്ലെ. അപ്പോ അത് നമ്മളുടെ അന്തരീക്ഷത്തിന്റെ സന്തുലിതാവസ്ഥയെ തകിടം മറിക്കുന്ന രീതിയിലാണ് അല്ലെ എയർ പൊല്യൂഷൻ വന്നെത്തിക്കുന്നത്. അതുകൊണ്ടാണ് ക്ലൈമറ്റിനെ എയർ പൊല്യൂഷൻ എഫക്ട് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് എഫക്ട്സ് ഓൺ വിസിബിലിറ്റി. വിസിബിലിറ്റിനെ എങ്ങനെയായിരിക്കും എയർ പൊല്യൂഷൻ എഫക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക? നമ്മളുടെ കണ്ണിനെ മാത്രമാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, നമ്മളുടെ പൊടിപടലങ്ങൾ വായുവിൽ നിറയുമ്പോൾ നമുക്ക് ആരാണ് പ്രകാശം തരുന്നത്? സണ്ണാണ്, സൂര്യനാണ്. സൂര്യപ്രകാശം നമ്മൾക്ക് നമ്മളുടെ കണ്ണിലേക്ക് തട്ടുമ്പോഴായിരിക്കും നമ്മൾ അത് റിഫ്ലക്റ്റ് ആയിട്ട് നമ്മൾക്ക് ഒരു വിസിബിലിറ്റി ഉണ്ടാവുന്നത് അല്ലെ. പ്രകാശരേണുക്കള് നമുക്ക് കിട്ടുമ്പോഴായിരിക്കും പല സാധനങ്ങളും നമ്മളെ കൺമുന്നിൽ കാണപ്പെടുന്നത് അല്ലെ. ഇരുട്ടെന്ന് പറഞ്ഞ അവസ്ഥയിൽ നമ്മളൊന്നും കാണുന്നില്ല. ഈ പ്രകാശരേണുക്കൾ വരുമ്പോൾ ഈ പൊടിപടലങ്ങളും വിഷവാതങ്ങളും നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷം പ്യൂരിഫൈ അല്ല. അപ്പോ ആ പ്യൂരിഫൈ അല്ലാത്ത എയറിൽ കൂടെ പ്രകാശം കടന്നു വരുമ്പോൾ നമ്മളുടെ വിസിബിലിറ്റി, നമ്മളുടെ കണ്ണിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ നമ്മളുടെ വിസിബിലിറ്റി എന്തായിരിക്കും? മങ്ങിയായിട്ടും ഉണ്ടായിരിക്കും. എപ്പോഴും ഒരു ഡിം ആയിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും. ഒരു സ്മോക്കിംഗ് അന്തരീക്ഷം. നമുക്ക് ചിലപ്പോൾ തോന്നുന്ന ഒരു മഞ്ഞ് പോലെ ആയിരിക്കും. പക്ഷെ അവിടെ അധികം പൊടിപടലങ്ങളോ അവിടെ എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷൻ വായുവിലുള്ളതുകൊണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ കാണുന്ന വസ്തുക്കളിലൊക്കെ ഒരു കളറ് ഡിമ്മായ പോലെയൊക്കെ നമുക്ക് തോന്നും. ആ ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പോൾ അടുത്തത് എന്താണ്? എഫക്ട്സ് ഓൺ അഗ്രികൾച്ചർ. എങ്ങനെയായിരിക്കും എയർ പൊല്യൂഷൻ അഗ്രികൾച്ചറിനെ എഫക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക? ആർക്കെങ്കിലും അറിയാമോ? നേരത്തെ പറഞ്ഞു നമ്മളുടെ ഗാർബേജ് സിസ്റ്റം, അതായത് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നതൊന്നും കറക്റ്റ് വേലല്ല. പലതരത്തിലും നമ്മൾ അത് ബേണിങ് ചെയ്തൊക്കെ കളയാറുണ്ട്. അപ്പൊ ഈ ബേണിങ് ചെയ്തൊക്കെ കളയുമ്പോൾ നമ്മളുടെ വായുവിൽ പലതരം വാതകങ്ങൾ നിറയും. ഇപ്പൊ ഫാക്ടറീസിൽ നിന്നായിക്കോട്ടെ, എല്ലാത്തും ഈ വിഷവാതകങ്ങൾ പുറത്തു വിടുമ്പോൾ നമ്മളുടെ അന്തരീക്ഷങ്ങളിൽ ഈ വാതകങ്ങളെല്ലാം നിറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട് ആസിഡ് റെയിൻ വരാറുണ്ടെന്ന്. കേട്ടിട്ടുണ്ടോ? അതെ, ഈ ആസിഡ് റെയിൻ ഒക്കെ വന്നിട്ട് നമ്മളുടെ വിളകളിലൊക്കെ വീണ അത് നല്ലതായിരിക്കോ? ഒരിക്കലും അല്ല അല്ലെ.
അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കൃഷി വ്യവസ്ഥേനെ വരെ അത് നശിപ്പിക്കും. അപ്പൊ അതുകൊണ്ടാണ് അഗ്രികൾച്ചറിനെയും കൂടി എഫക്ട് ചെയ്യുന്ന രീതിയിൽ എയർ പൊല്യൂഷൻ മാറിക്കഴിഞ്ഞത്. പിന്നെ ആസിഡ് റെയിൻ ഉണ്ടായിരിക്കും. പിന്നെ അതല്ലാതെ പല വാതകങ്ങളും ഈ കാറ്റിലൂടെയൊക്കെ പല വാതകങ്ങളും വന്നു ചേരുമ്പോ ഈ അഗ്രികൾച്ചറിന്റെ അതായത് താളം തെറ്റിയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് ഇപ്പൊ കിട്ടുന്നത്. അപ്പൊ അതും അഗ്രികൾച്ചറിനെ എഫക്ട് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് എഫക്ട് ഓൺ മാൻ ആണ്. എങ്ങനെയായിരിക്കും മനുഷ്യനെ എഫക്ട് ചെയ്യുക? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനുഷ്യനെ എഫക്ട് ചെയ്യുന്നതും കൂടിയാണ് അല്ലേ. ഇത് ഇപ്പൊ നമുക്ക് ശരിയായ രീതിയിൽ ക്ലൈമാറ്റ് കിട്ടിയില്ലെങ്കിലും മനുഷ്യനെ എഫക്ട് ചെയ്യും, വിസിബിലിറ്റി ഇല്ലെങ്കിലും മനുഷ്യനെ എഫക്ട് ചെയ്യും. അഗ്രികൾച്ചറും ശരിയല്ലെങ്കിൽ നമ്മൾ ഈ വിഷമുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കണം, അതെല്ലാം മനുഷ്യനെ എഫക്ട് ചെയ്യുന്നതാണ്. ഇനി അടുത്തത് പറയുന്നത് എഫക്ട് ഓൺ ഓസോൺ ലെയർ. ഈ ഓസോൺ ലെയറിൽ എഫക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? എയറിൽ നടന്നിരിക്കുന്ന ഈ വിഷകരമായ വാതകങ്ങള് ഓസോൺ പാളിയിൽ എത്തുകയും അവിടെ വിള്ളലുകൾ വീഴ്ത്തുകയും ചെയ്യുന്നു. അപ്പൊ ഈ വിള്ളല് വീഴ്ത്തുമ്പോ നമുക്ക് പറയും എന്താ ചൂട് കൂടാണ്, ഓരോ വർഷവും കൂടുമ്പോഴും ചൂട് കൂടാന്ന് പറയും. എന്തുകൊണ്ടായിരിക്കും ചൂട് കൂടുന്നത്? ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ഗ്ലോബൽ വാർമിംഗ് ഉണ്ട്. നമ്മള് ഓരോന്ന് കത്തിക്കുന്നതും ഫാക്ടറിയിൽ നിന്നുള്ള പുകകളും എല്ലാം കൂടിയിട്ടുണ്ടായിരിക്കും. പിന്നെ അത് കൂടാതെ ഓസോൺ ലെയറിൽ വിള്ളൽ വീഴുമ്പോൾ സൂര്യപ്രകാശം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് താങ്ങുന്നതിലപ്പുറമുള്ള ചൂട് സൂര്യനിൽ നിന്ന് നമ്മൾക്ക് ഏൽക്കുകയാണ്. അപ്പോൾ അതും ഓസോൺ ലെയറിനെ എയർ പൊല്യൂഷൻ എഫക്ട് ചെയ്യുമ്പോൾ നമുക്കത് ബാധിക്കും. ഇനി അടുത്തത് പറയുന്നത് ബാഡ് എഫക്ട്സ് ഓൺ വെജിറ്റേഷൻ ആൻഡ് ലൈഫ് ഇൻ വാട്ടർ. ബാഡ് എഫക്ട്സ് ഓൺ വെജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ സസ്യജന്തുജാലങ്ങളുടെ അവർക്ക് വെള്ളം കിട്ടുന്നതിന്, അതായത് നമ്മൾ വീട്ടിൽ വളർത്തുന്ന ജന്തുജാലങ്ങൾക്കൊക്കെ നമ്മൾ വെള്ളം എത്തിച്ചു കൊടുക്കും. അതുപോലെ അതല്ലാണ്ട് കാട്ടിലും ഒക്കെ വളരുന്ന, അതായത് ഫോറസ്റ്റേഷനിലൊക്കെ ഉള്ള എനിമൽസിനായാലും സസ്യങ്ങൾക്കായാലും നല്ല ജലം കിട്ടണം അല്ലെ. ഈ നല്ല ജലം കിട്ടണമെങ്കിൽ ആസിഡ് റെയിൻ ഒക്കെ വരേണ്ട അവസ്ഥ വന്നാൽ അവർക്കും മലിനമാക്കപ്പെട്ട ജലങ്ങളല്ലേ കിട്ടാം. എയർ പൊല്യൂഷൻ അങ്ങനെയും നമ്മളുടെ സസ്യജന്തുജാലങ്ങളുടെ ലൈഫിൽ അവർക്ക് വെള്ളം കിട്ടുന്ന അവസ്ഥയെ വരെ ബാധിക്കുന്നുണ്ട്. ഇത് എല്ലാം എയർ പൊല്യൂഷൻ തടയുന്നത് കൊണ്ട് നിർത്തലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഓരോ മനുഷ്യനും എയർ പൊല്യൂഷൻ എഫക്റ്റ് വരാണ്ടിരിക്കാനും അതിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്ന മാർഗങ്ങളും സ്വീകരിക്കേണ്ടതാണ്. താങ്ക് യു മിസ്. ഓക്കെ, വെരി ഗുഡ് ദിവ്യ, നന്നായിട്ട് ക്ലാസ് കേട്ടോ. എല്ലാവർക്കും മനസ്സിലായ എയർ പൊല്യൂഷന്റെ കോസസ് എന്താണ്, കോൺസിക്വൻസസ് എന്താണെന്ന് മനസ്സിലായി മിസ്. ഞാൻ തന്നെയാണ് ഇന്നത്തെ സൈനിങ്. സൈനിങ് ഇന്നൊരു റിഡിൽസ് ആണ് ചോദിക്കുന്നത്. കുറച്ച് റിഡിൽസ് അല്ലേ. ഫസ്റ്റ് റിഡിൽ ചോദിക്കട്ടെ. വാട്ട് ഹാസ് ഹാൻഡ് ആൻഡ് എ ഫേസ്? വാട്ട് ഹാസ് ഹാൻഡ്സ് ആൻഡ് എ ഫേസ് ബട്ട് കാൺട്ട് ഹോൾഡ് എനിത്തിങ് ഓർ സ്മൈൽ? കൈയും മുഖമൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും പിടിക്കാനോ ചിരിക്കാനോ പറ്റില്ല. എന്തായിരിക്കും? ഇപ്പൊ എല്ലാരും ക്ലാസ് കഴിയാറാവുമ്പോ നോക്കാറുണ്ട് അത്. മിറർ. അല്ല, ക്ലോക്ക്. Okay, ശരി ദിവ്യ, nice. Thank you. Have a nice day. It belongs to you, but your friends use it more. What is it? It belongs to you, but your friends and others use it more. What is it? നമ്മൾ ഉപയോഗിക്കില്ല എന്നുള്ളോ, നമ്മള് ചുറ്റുള്ളവര് നമ്മൾക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ പേര്. അതെ, നെയിം. ഇനി ഇത്ര മതി, ഇനിയിപ്പോ 1 മണിയായില്ലേ മിസ്. അപ്പൊ താങ്ക് യു മിസ്. താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്തത് ലാൻഡ് പൊല്യൂഷൻ എടുക്കാനും സൗണ്ടും റേഡിയേഷൻ പൊല്യൂഷൻ എടുക്കാനായിട്ട് റെഡി ആവണം കേട്ടോ. റെഡിയാണ് മിസ്സേ. ഓക്കെ, ശരി, താങ്ക് യു.